ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ്റഗ്രൽ ഓഫ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എക്സ് റൈസ് ടു 6 പ്ലസ് എ റൈസ് ടു 6 ഡി എക്സ്, ഇതാണ് നമുക്ക് വേണ്ടത്. ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ നമ്മൾ പഠിച്ച സ്റ്റാൻഡേർഡ് റിസൾട്ട് അല്ല. പഠിച്ച സ്റ്റാൻഡേർഡ് റിസൾട്ടിലൊന്നും എന്താണ്, എല്ലാം എക്സ് സ്ക്വയറും എ സ്ക്വയറും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ. നമ്മൾ പഠിച്ച 7 സ്റ്റാൻഡേർഡ് റിസൾട്ടിലും എക്സ് സ്ക്വയറും എ സ്ക്വയറും മാത്രമുള്ള ഇൻ്റഗ്രേഷൻ ആയിരുന്നു, അല്ലാതെ എക്സ് റൈസ് ടു 6 ഒന്നും ഉണ്ടായിരുന്നില്ല അവിടെ. അപ്പോൾ നമ്മൾ ആ സ്റ്റാൻഡേർഡ് റിസൾട്ട് നേരിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. സബ്സ്റ്റിറ്റ്യൂഷൻ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, റൂട്ട് വരുമ്പോൾ നമ്മൾ ഇങ്ങനൊരു മെത്തേഡ് ട്രൈ ചെയ്യാറുണ്ട്. റൂട്ട് വരുമ്പോൾ റൂട്ടിനുള്ളിലുള്ള ആൾക്ക് ടീ കൊടുക്കൽ അല്ലേ. റൂട്ട് വരുമ്പോൾ നമ്മളങ്ങനെ ചെയ്തിരുന്നത് ഓർക്കുന്നില്ലേ? റൂട്ട് വരുമ്പോൾ നമ്മളങ്ങനെ ശ്രമിച്ചു നോക്കും, എല്ലാം കിട്ടണമെന്ന് നിർബന്ധമില്ല. റൂട്ട് ഓൾ സ്ക്വയർ ഒക്കെ വരുന്ന സമയത്ത് അതിനകത്തുള്ള ആൾക്ക് ടീ കൊടുക്കാൻ നമ്മൾ ശ്രമിക്കും. പക്ഷേ ഇതിവിടെ ഫെയിലർ ആയിരിക്കും. അത് കാരണം നമ്മളെ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് സക്സസ് ആവണമെങ്കിൽ ഒരു കാര്യമുണ്ട്. നമ്മൾ എന്തിനാണോ ടീ കൊടുക്കാൻ പോകുന്നത് അതിൻ്റെ ഡെറിവേറ്റീവ് ഇൻറ്റു ഡി എക്സ് അവിടെ നിർബന്ധമായിട്ടും വന്നിരിക്കണം. അതുപോലെ തന്നെ വന്നിരിക്കണം. എന്തിനാണോ ടീ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഡെറിവേറ്റീവ് ഇൻറ്റു ഡി എക്സ് അവിടെ ഉണ്ടാവണം. ഇപ്പം ഇതിന് ടീ കൊടുത്താൽ ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? എക്സ് റൈസ് ടു 6ൻ്റെ ഡെറിവേറ്റീവ് 6x റൈസ് ടു 5 ആണ്. 6x റൈസ് ടു 5 ഡി എക്സ് ഇവിടെ ഒന്നും ഇല്ലല്ലോ. 6x റൈസ് ടു 5 ഇല്ല. അപ്പോൾ അതുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂഷൻ ഫെയിലർ ആണ്. അപ്പോൾ എന്നാലും നിങ്ങൾ ശ്രമിക്കുക, റൂട്ട് കണ്ടാൽ റൂട്ടിനകത്തുള്ള ആൾക്ക് ടീ കൊടുക്കാൻ പറ്റുമെന്ന് ആദ്യം നോക്കുക. പറ്റുന്നില്ല. പിന്നെ എക്സ് റൈസ് ടു 6 അല്ലെങ്കിൽ എക്സ് റൈസ് ടു 4 എന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെ വരുമ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഫെയിലർ ആയി എങ്കിൽ ഒരു വഴിയുണ്ട്. ന്യൂമറേറ്റർ അങ്ങനെ തന്നെ ഇരിക്കട്ടെ, ഡിനോമിനേറ്റർ ഒരു വഴി ഞാൻ പറഞ്ഞുതരാം. എക്സ് റൈസ് ടു 6നെ നമുക്ക് എക്സ് ക്യൂബ് ഓൾ സ്ക്വയർ എന്ന് എഴുതാമല്ലോ. എന്താണ് എക്സ് ക്യൂബ് ഓൾ സ്ക്വയർ? പവർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ എക്സ് റൈസ് ടു 6 തന്നെ വരില്ലേ? എന്നിട്ട് എ റൈസ് ടു 6 എഴുതാം. എ റൈസ് ടു 6നെ വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. അത് ഞാൻ കുറച്ച് 2 സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് എഴുതാം. എ റൈസ് ടു 6 കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് നമുക്കത് പ്രശ്നമുള്ള കാര്യമല്ല. എ റൈസ് ടു 6 ഇതേപോലെ എഴുതും, അത് 2 സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് എഴുതാം. അപ്പം ഇങ്ങനെ എഴുതണം. അപ്പോൾ എക്സ് റൈസ് ടു 4 എന്നോ എക്സ് റൈസ് ടു 6 എന്നോ എക്സ് റൈസ് ടു 8 എന്നൊക്കെ വരുമ്പോൾ നമ്മൾ പുറത്ത് സ്ക്വയർ വരുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യണം. എങ്ങനെ എഴുതണം? പുറത്ത് സ്ക്വയർ വരുന്ന രീതിയിൽ എഴുതണം. അതായത് എക്സ് സ്ക്വയർ ഓൾ ക്യൂബ് എന്ന് എഴുതാതെ എക്സ് ക്യൂബ് ഓൾ സ്ക്വയർ എന്ന് എഴുതണം. പുറത്ത് സ്ക്വയർ വരുന്ന രീതിയിൽ എഴുതണം. ശരിയാണല്ലോ എഴുതിയത്? അപ്പോൾ റൂട്ടിനുള്ളിലുള്ള ആൾ ഫുള്ളായിട്ട് ടീ കൊടുത്തിട്ട് കാര്യമില്ല. എന്നാൽ പാർഷ്യലായിട്ട് ടീ കൊടുക്കാൻ പറ്റുമോ? പാർഷ്യൽ മീൻസ് ഇവിടെ ഒരു ബ്രാക്കറ്റ് വന്നിരിക്കുകയാണ്. ആ ബ്രാക്കറ്റിനുള്ളിലുള്ള ആൾക്ക് ടീ കൊടുത്താൽ കിട്ടുമോ? അല്ലേ, നമ്മൾ ആദ്യം റൂട്ടിനുള്ളിലുള്ള മുഴുവൻ ടേമിന് ടീ കൊടുക്കാൻ പറ്റുമോ എന്ന് നോക്കിയപ്പോൾ കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ എക്സ് റൈസ് ടു 6 വരുമ്പോൾ അല്ലെങ്കിൽ എക്സ് റൈസ് ടു 4 വരുമ്പോൾ അത് സ്ക്വയർ പോലെ എഴുതി. അപ്പോൾ ഞാൻ എക്സ് ക്യൂബ് ഹോൾ സ്ക്വയർ എന്ന് എഴുതിയിട്ട് ആ ബ്രാക്കറ്റിനകത്തുള്ള ആളായ എക്സ് ക്യൂബിന് ടീ ഇട്ട് കൊടുക്കാൻ പറ്റുമെന്ന് നോക്കും. അത് സക്സസ് ആയിരിക്കും. കാരണം എക്സ് ക്യൂബിന് ഞാൻ ടീ കൊടുത്താൽ അതിൻ്റെ ഡെറിവേറ്റീവ് ഇൻറ്റു ഡി എക്സ് ഇവിടെ വന്നിട്ടുണ്ട്. എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് എന്താ? 3x സ്ക്വയർ ഡി എക്സ്. 3x സ്ക്വയർ ഡി എക്സ് ഇവിടെ ഇല്ലേ? 3 കുഴപ്പമില്ല, 3 ഒരു കോൺസ്റ്റൻ്റ് ഇല്ലാത്തത് കുഴപ്പമില്ല. അപ്പോൾ എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവിൽ എക്സ് സ്ക്വയർ ഡി എക്സ് അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ സക്സസ് ആയിരിക്കും. അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്യണം. സോ നമ്മൾ അപ്പോൾ എക്സ് ക്യൂബിന് ടീ കൊടുക്കാൻ പോവാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? എക്സ് ക്യൂബിന് ടീ കൊടുക്കാൻ പോവാണ്. കുറച്ച് സ്റ്റെപ്പ് ഞാൻ കുറച്ച് എഴുതാണ് കേട്ടോ. എക്സ് ക്യൂബിന് ടീ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തിനാണോ ടീ കൊടുക്കുന്നത് അതിൻ്റെ ഡെറിവേറ്റീവ് ഇൻറ്റു ഡി എക്സ്, അതങ്ങനെ ബൈ ഹാർട്ടാക്കി വെച്ചോളോ. എന്തിനാണോ ഞാൻ ടീ കൊടുക്കുന്നത് ഓക്കെ അതിൻ്റെ ഡെറിവേറ്റീവ് ഇൻറ്റു ഡി എക്സ് ഡി ടി ആയി മാറും. അത് ബൈ ഹാർട്ടാക്കി വെച്ചേക്കണേ, അല്ലെങ്കിൽ നമുക്ക് 2 സ്റ്റെപ്പ് ലാഭിക്കാം അവിടെ. ഓക്കെ ആണല്ലോ? ഇനി എന്തായിരിക്കും അടുത്ത സ്റ്റെപ്പ്? നമുക്ക് ആ 3 നമുക്ക് റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോവാം അല്ലേ? 3 നമുക്ക് റൈറ്റ് സൈഡിലോട്ട് എടുക്കാം. അപ്പോൾ 3 അങ്ങോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ എക്സ് സ്ക്വയർ ഡി എക്സ് എന്തായി മാറും? 3 റൈറ്റിലോട്ട് പോകുമ്പോൾ 1/3 dt ആവും.
സോ നമ്മൾ ഇൻ്റഗ്രേഷൻ എങ്ങനെ വരുന്നത് ഞാൻ കാണിച്ചു തരാം. ഇൻ്റഗ്രൽ ഓഫ് ന്യൂമറേറ്റർ എന്താണെന്നൊന്ന് പറഞ്ഞേ. എക്സ് സ്ക്വയർ ഡി എക്സ് ആണ് ന്യൂമറേറ്റർ. എക്സ് സ്ക്വയർ ഡി എക്സ് എന്താണെന്ന് നോക്കിയേ. 1/3 ഡി ടി 1/3 ഡി ടി ഡിവൈഡഡ് ബൈ, ഇനി ഡിനോമിനേറ്റർ ആണ് എഴുതാൻ പോകുന്നത്. എക്സ് ക്യൂബ് ടി ആണെന്നല്ലേ പറഞ്ഞത്, അപ്പോൾ ഇത് ടി സ്ക്വയർ ആയി മാറും. ടി സ്ക്വയർ പ്ലസ് എ റേസ് 6 ഞാൻ എക്സ് എഴുതിയ പോലെ എഴുതിക്കോട്ടെ. എ റേസ് 6 ഞാൻ എ ക്യൂബ് ഓൾ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റുമല്ലോ. ഇവിടെ സ്ക്വയർ വരും, ഇവിടെ സ്ക്വയർ, അങ്ങനെയാണ്. എക്സ് സ്ക്വയർ എ സ്ക്വയർ വെച്ചിട്ടുള്ള ഇൻ്റഗ്രേഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സ്ക്വയർ ആവണം. അപ്പോൾ അതുകൊണ്ടാണ് എ റേസ് 6 എ ക്യൂബ് സ്ക്വയർ എന്ന് എഴുതിയത്. ഇത് ഏത് സ്റ്റാൻഡേർഡ് റിസൾട്ടായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും? ഞാൻ പറഞ്ഞുതരാം. ഇവിടെ എഴുതാം, റൂട്ടുണ്ട്, മറക്കണ്ട. നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്ന റിസൾട്ടാണ് 1/√(x² + a²). ഈ റിസൾട്ടാണ് ഉപയോഗിക്കാൻ പോകുന്നത്. ഇങ്ങനെ ഒരു റിസൾട്ട് പഠിച്ചിട്ടുണ്ടല്ലോ. ഇൻ്റഗ്രൽ 1/√(x² + a²) എന്താണ്? log x + √(x² + a² + c. അങ്ങനെ ഒരു റിസൾട്ട് ഉണ്ട്. കമ്പയർ ചെയ്യാൻ പറ്റുമല്ലോ. x² പകരം t², അതായത് എക്സിന് പകരം ടി, എക്ക് പകരം എ ക്യൂബാണ്. പുറത്ത് സ്ക്വയർ, ഇവിടെയും പുറത്ത് സ്ക്വയർ. എക്ക് പകരം എ ക്യൂബാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സ്റ്റാൻഡേർഡ് റിസൾട്ട് നോക്കിയിട്ട് എഴുതാൻ പോവാണ്. സോ 1/3 പുറത്തുള്ള കാര്യം മറക്കരുത്. 1/3 ഇൻറ്റു ഈ ഫോർമുല നോക്കി എഴുതാൻ പോവാണ്. ലോഗ് എക്സിന് പകരം ആരാ വന്നിരിക്കണമെന്ന് ഞാൻ പറഞ്ഞത്? ടി ആണ് വന്നിരിക്കുന്നത്. ഇത് കമ്പയർ ചെയ്യുക, കണ്ടില്ലേ? അപ്പോൾ ലോഗ് എക്സിന് പകരം വന്ന ആൾ ടി ആണ്. പ്ലസ് √(x²). എക്സിന് പകരം ടി ആയതുകൊണ്ട് x² എന്ന് പറയുമ്പോൾ t² ആവും. പിന്നെ a² ആണ്. എക്ക് പകരം വന്നിരിക്കുന്ന ആൾ എ ക്യൂബ് അല്ലേ? എക്ക് പകരം വന്നിരിക്കുന്ന ആൾ എ ക്യൂബാണ്. അപ്പോൾ a² എന്ന് പറയുമ്പോൾ എ ക്യൂബ് സ്ക്വയർ പ്ലസ് സി. ഇവിടെ കോഎഫിഷ്യൻ്റ് ഒന്നുമില്ല, അതായത് 2t² 3t² ഒന്നും അല്ലല്ലോ. ഇവിടെ കോഎഫിഷ്യൻ്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മളൊന്നും ഡിവൈഡ് ചെയ്യുന്നില്ല. അടുത്ത സ്റ്റെപ്പിൽ 1/3 ഇൻറ്റു ലോഗ് മോഡുലസ്. ടി എന്തായിരുന്നു ഓർമ്മയുണ്ടോ? ടി എന്ന് പറഞ്ഞാൽ x³ ആണ്. അപ്പോൾ ടിക്ക് പകരം നമ്മൾ x³ കൊടുക്കാൻ പോവാണ്. പ്ലസ് ടി x³ ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ t² എന്ന് പറയുമ്പോൾ x³ സ്ക്വയർ ആവും. പിന്നെ a³ സ്ക്വയർ ആണ് പ്ലസ് സി. അപ്പോൾ ഫൈനൽ ആൻസർ ഈസ് 1/3 ഇൻറ്റു ലോഗ് x³ പ്ലസ് x³ സ്ക്വയർ എന്ന് പറഞ്ഞാൽ x⁻6, a³ സ്ക്വയർ എന്ന് പറഞ്ഞാൽ a⁻6 പ്ലസ് സി. ഇതാണ് ആൻസർ.